ചിന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോവയ്ക്ക ചെമ്മീൻ പീര എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായിരിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ളത് 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, അതിനൊരു രണ്ട് ചുള പുളി ചെറുതായി കീറി വെച്ചിരിക്കുന്നത്, ആവശ്യമായിരിക്കുന്ന കരിയാപ്പല, ആവശ്യമുള്ള ഉപ്പ്, പിന്നെ 4 പച്ചമുളക്, ഒരു തേങ്ങയുടെ ഒരു മുറിയുടെ പകുതി ചിരണ്ടിയത്, പിന്നെ ഇച്ചിരി ഉള്ളി, പിന്നെ ചെമ്മീൻ. അതിന് ചെമ്മീൻ ഒരു 20 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കിലോ കോവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു ബബിളിലേക്ക് ഞാൻ ഇട്ടു. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതിന് ആവശ്യമായിരിക്കുന്ന ഉപ്പ്, ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. കരിയാപ്പല, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് തിരുമിയിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് അപ്പോൾ ഒരു 10-15 മിനിറ്റ് വരെ ഇരിക്കണം. ഇരുന്നിട്ട് വേണം നമുക്കത് അടപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 മുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം മസാല എല്ലാം ആ കോവയ്ക്കയിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തയ്യാറാക്കുന്ന വിധം നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി കഴിഞ്ഞു. അപ്പം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് ആ പാനിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ചെമ്മീൻ നമ്മൾ കഴുകി അരി ഉണക്കി വെച്ചിരിക്കുന്നതാണ്, വൃത്തിയാക്കി വെച്ചതാണ്. അത് നമുക്ക് ഇനി ഒന്ന് ചൂടാക്കി കാച്ചിയെടുക്കാം. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആ തേങ്ങ ചുരണ്ടി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉള്ളിയും 2 ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമുക്ക് കോവയ്ക്ക നന്നായിട്ട് ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഞാൻ ആ ചെമ്മീൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ച ചെമ്മീൻ അതിനകത്തേക്ക് ഇളക്കി കൊടുക്കാം. ചെമ്മീൻ കൂടി ഇട്ടത് ഒന്ന് മൂടി വയ്ക്കാം ഒരു 2 മിനിറ്റ് നേരത്തേക്ക്. ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയാൽ അപ്പം അതിലേക്ക് നമ്മൾക്ക് ആ പുളി എടുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ആ പുളി നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് നമ്മൾ മൂടി വെക്കുന്നത്. കോവയ്ക്ക നല്ല പാകമായിട്ടുണ്ട്. ആ പുളിയുടെയും ആ ചെമ്മീറ്റിന്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ ചെറുള്ളി ചതച്ചതിന്റെ നീരും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനാണ് അത് ഒഴിക്കുന്നത്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ കോവയ്ക്ക ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട്. ആ കോവയ്ക്കയിലേക്ക് ആ ചെമ്മീനും പുളിയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. നല്ലൊരു മണവും നല്ലൊരു ഇതും ഉണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം നമുക്ക്.